ഞാനടക്കം ഇപ്പോൾ ഈ കടയിൽ നിൽക്കുന്ന ഒരാൾ ഞാനടക്കം ഓൺലൈനിൽ വരുത്തുന്നുണ്ട്. കൊറിയർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇന്നേരം എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം വയനാട് ദുരന്തം ആരാ സഹായിച്ച ഏറ്റവും കൂടുതൽ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. പുറത്ത് നമ്മൾ കടന്ന് വാങ്ങുന്നതിനെക്കാട്ടും ലാഭകരമായിട്ട് നമുക്ക് സാധനം കിട്ടാറുണ്ട്. കാരണം ഫോട്ടോസ് കാണുമായിരിക്കും അവരുടെ ഷോപ്പിൽ വരുമ്പോൾ അവർ വേറെ കൺസെപ്റ്റിലാണ് വരിക. അവരെ മനസ്സിൽ തന്നെ ഒരു മോഡലിൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഷോപ്പിൽ വരിക. അത് നമ്മളെ ഷോപ്പിൽ എത്തുമ്പോൾ അതൊന്നും ആവില്ല. നമ്മുടെ ഷോപ്പിംഗ് രീതിയിൽ ഇന്ന് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു വശത്ത് വിരൽത്തുമ്പിൽ ലോകത്തെ ഏത് ബ്രാൻഡുകളും കിട്ടുന്ന ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ, മറ്റൊരു വശത്തോട്ട് സാധനങ്ങൾ നേരിട്ട് കണ്ട് ഗുണനിലവാരം ഉൾപ്പെടുത്തി സാധനങ്ങൾ വാങ്ങാവുന്ന കടകളും. സൗകര്യമാണോ വിശ്വാസമാണോ നമുക്ക് വലുത്? ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരെ ബാധിക്കുന്നുണ്ടോ? നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം. ഇനി ജനം പറയട്ടെ. ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ, അതായത് ഓൺലൈനിൽ കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്, പ്രൊഡക്ട്സ്. അപ്പോൾ ഓൺലൈൻ കച്ചവടം ഈ ഓഫ്ലൈൻ കച്ചവടം തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ കടയിൽ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ബാനറും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കടയിൽ നിന്ന് ആൾക്കാർ വാങ്ങിക്കുന്നതിലും ഉള്ള വ്യത്യാസം. അത് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കിട്ടുന്നതിനേക്കാൾ കുറച്ചിട്ട് ഓൺലൈനിൽ നിന്ന് വരുന്നുണ്ട്. അത് വീട്ടിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൗകര്യത്തിന് അതുകൊണ്ടാണ് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കച്ചവടത്തെ ബാധിക്കുന്നുണ്ടോ? കച്ചവടത്തെ ബാധിക്കണ്ടല്ലോ, നിർബന്ധമല്ലേ, ബാധിക്കണമല്ലോ. അപ്പോൾ വെറുതെ ഇരിക്കുകയാണ് മുതലാളി ഇരിക്കണ്ടില്ലേ? വെറുതെ ഇരിക്കണത് ശരിക്കല്ലേ ചോദിക്കൂ, അതല്ല വേണ്ടത്. മറുപടി പറയുന്നത് ചോദിച്ചാലേ പറയാൻ പറ്റുമല്ലോ. ആ അപ്പോഴാണ് കാര്യം പോയി. അപ്പോൾ അങ്ങനെ ഓൺലൈനാകുമ്പോൾ ഒരു ഇവിടെ ഓഫ്ലൈനാകുമ്പോൾ നമുക്കൊരു ഓൺലൈൻ ഷോറൂം, അതായത് ഓൺലൈനായിട്ട് പർച്ചേസ് തുടങ്ങിക്കൂടെ? നിങ്ങൾക്ക് എവിടെ നിങ്ങൾ ഞങ്ങൾ തുടങ്ങും? അല്ല, ഇപ്പോൾ ഇതൊരു ഷോപ്പാണല്ലോ. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ അധികം പേരും ഓൺലൈനായിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒന്ന് ചിന്തിക്കാം. അപ്പോൾ അത് എത്രത്തോളം നല്ലതായിരിക്കും? നന്നായിരിക്കും, വളരെ നന്നായിരിക്കും, ഡെഫിനറ്റാണ്. ഞാനടക്കം ഇപ്പോൾ ഈ കടയിൽ നിൽക്കുന്ന ഒരാൾ ഞാനടക്കം ഓൺലൈനിൽ വരുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ വരുത്താനുള്ള കാരണം ഏതായിട്ട് കരുതുന്നത്? അതായത് അവിടെ ഒന്നും കൂടിയും സാധനങ്ങൾ നോക്കിയെടുക്കുക, റേറ്റും കുറവാണ്. റിട്ടേൺ അവരെടുക്കും. ഇവിടെ ഇപ്പോൾ ചൈന സാധനങ്ങളൊക്കെ ഇടങ്ങി റിട്ടേൺ എടുക്കൂല, അവർ വന്നാൽ റിട്ടേൺ എടുക്കും. പിന്നെ കുറേ ആയിട്ട് ഓൺലൈനിൽ കിട്ടുന്ന സാധനങ്ങൾ നന്നല്ല, അതായത് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ സ്പാം നടക്കുന്നുണ്ട്. ഓൺലൈൻ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളല്ല വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കതിനെപ്പറ്റി അറിയില്ല. ഓൺലൈനായിട്ട് അങ്ങനെ സാധനങ്ങൾ മേടിച്ച് കുറേ ആൾക്കാർ കബളിക്കപ്പെടുന്നുണ്ട്. അതായത് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് പിന്നെ അവർ പറയും ഇങ്ങനൊരു നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. അതായത് ഇങ്ങനൊരു ചാനൽ ഇങ്ങനെ ഒരു കമ്പനിയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കുറേ ആൾക്കാർ അങ്ങനെ കബളിക്കപ്പെട്ട ആൾക്കാരുണ്ട്. നമ്മൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ ഓൺലൈൻ സാധനങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണോ? വിശ്വസിച്ചെടുത്തിട്ട് വിശ്വസിച്ച് വന്നിട്ടുണ്ട്. ഏതൊക്കെ ഇതിലെ പ്രൊഡക്ട്സ് ആണ് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാറുള്ളത്? ഡ്രസ്സ്, പിന്നെ അല്ലാതെ കോസ്മെറ്റിക് ഐറ്റംസ് അങ്ങനെ. അപ്പോൾ ആ ഐറ്റംസിൻ്റെ ഓഫ്ലൈനായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എന്താ കാണുന്നത്? ഓൺലൈനിൽ കുറച്ചും കൂടി ഡിസ്കൗണ്ട്സും കാര്യങ്ങളും കിട്ടും. ഓൺലൈനിൽ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ നോക്കാം, അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ തന്നെയാണോ കിട്ടുന്നത്? ചിലവർ കബളിക്കപ്പെടാറുണ്ട് ഓൺലൈൻ. ചില സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് പക്ഷേ എല്ലാ ഷോപ്പിംഗ് ആപ്പിലും അങ്ങനെയല്ല, ചില ആപ്പിൽ. അപ്പോൾ അവർ പറഞ്ഞ ടൈമിൽ തന്നെ സാധനം ഡെലിവറി ചെയ്യാറുണ്ടോ? ആ ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഡിലേ വരും. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് അവർ വീട്ടിലാണല്ലോ കൊടുക്കുന്നത്. അപ്പം എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളും എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ചില പ്രൊഡക്ട്സിന് ഡെലിവറി ചാർജ് ഉണ്ടാവും. അത് ഒരു എമൗണ്ടിനും മീതെ ഷോപ്പ് ചെയ്യുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആവും. പക്ഷെ ചില ആപ്പിൽ അങ്ങനെ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഡ്രസ്സാണെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായി ഷോപ്പ് ചെയ്യാറുണ്ട് എന്ന്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ആ സംഭവം തന്നെ നമുക്ക് കടയിലും കിട്ടിക്കൂടെ? കടയിൽ കിട്ടും, പക്ഷേ ഓൺലൈനാകുമ്പോൾ കുറച്ചധികം കളക്ഷൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഏത് സമയം വേണമെങ്കിലും നോക്കാം. കടയിലൊക്കെ പോകുമ്പോൾ ഒരു ലിമിറ്റഡ് സമയത്തല്ലേ നോക്കാൻ പറ്റും. നമ്മൾ ഓൺലൈനാകുമ്പോൾ നമ്മൾ ഒരു സ്ക്രീനിൽ നോക്കി നമ്മൾ ഓർഡർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കടയിലാകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നോക്കിയെടുക്കാൻ സംഭവം. അത് ഓൺലൈനിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അത് ഓൺലൈനിൽ നിന്ന് കിട്ടില്ല, പക്ഷേ ഓൺലൈനിൽ കുറച്ചും കൂടി പ്രിഫർ ചെയ്യാൻ ഞാൻ. അപ്പോൾ ഓഫ്ലൈനെക്കാട്ടിലും ഒന്നും കൂടി ഓൺലൈനാണോ ബെറ്റർ? എന്നെ സംബന്ധിച്ച് ഓൺലൈനാണ് കുറച്ചും കൂടി ബെറ്റർ. വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എന്ത് സാധനങ്ങളൊക്കെയാണ് ഓൺലൈനിൽ വാങ്ങിക്കാറുള്ളത്? നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓഫ്ലൈനായിട്ടും കുറേ ഡ്രസ്സുകൾ അവിടെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നത്? നമുക്ക് വില കൊണ്ടൊക്കെ റേറ്റ് കൊണ്ടൊക്കെ ലാഭം ഓൺലൈൻ ഷോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓഫ്ലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ കൂടുതൽ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കാറ്? അതെ അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഓൺലൈനാകുമ്പോൾ കുറച്ചുകൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് തന്നെയാണോ കിട്ടാറുള്ളത്? അതെ അതെ, എനിക്ക് ഇതുവരെ ജെന്യൂനായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. ഞാനൊരു ഗ്രാഫ്റ്റ് ഓർഡർ ചെയ്തിരുന്നു ഇൻസ്റ്റ വഴി. പക്ഷെ അവർ കൊറിയർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പേയ്മെൻറ്റ് നമുക്ക് റിട്ടേൺ കിട്ടി. അപ്പോൾ ഓൺലൈൻ വഴി കബളിക്കപ്പെടാറുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ മീഷോ ഒന്നും വരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. റേറ്റ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ കൊടുത്ത ആൾക്കാർ പറയുന്നത് ഓൺലൈനാകുമ്പോൾ കുറച്ച് അഫോർഡബിൾ ആണ്, ഓഫ്ലൈനാകുമ്പോൾ കുറച്ച് ഫണ്ട് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ഫണ്ട് കൂടുതലാണെന്ന് പറയുന്നുണ്ടോ? ഓൺലൈനിലാകുമ്പോൾ റേറ്റ് കുറവാന്നുള്ളത്. പക്ഷെ അതിനുള്ള ക്വാളിറ്റിയേ ഉള്ളൂ, ക്വാളിറ്റി പറ്റി കുറവാണ്. റീപ്ലേസ് കിട്ടില്ലല്ലോ, കംപ്ലൈൻറ്റ് വന്നാൽ മാറ്റി കിട്ടില്ലല്ലോ. റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്, എന്താ റീപ്ലേസ്മെൻറ്റ് റിട്ടേൺ ഓപ്ഷൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. അതെ, നമ്മുടെ സാധനത്തിൽ കംപ്ലൈൻറ്റ് വന്നാൽ ആ സ്പോട്ടിൽ തന്നെ മാറ്റി കൊടുക്കും. കംപ്ലൈൻറ്റ് അധികം വരാറില്ല. ആളുകൾ കുറേ പറ്റിക്കപ്പെടുന്നുണ്ട്, ഓൺലൈനെതിരാണ് പറ്റിക്കപ്പെടുന്നത്. ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട്, ചൂഷണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ആൾക്കാർ വരൽ കടയിലേക്ക് ആൾക്കാർ വരൽ കുറവാണോ? ഇല്ല, പഴയ കച്ചവടമൊക്കെ ഉണ്ട്. കച്ചവടം സാധാ പോലെ തന്നെ ഉണ്ട്. ഉണ്ട്. ഇപ്പോൾ അധിക പേരും വീട്ടിലിരുന്നിട്ട് സാധനങ്ങൾ ബുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു കട ഓൺലൈൻ സൈറ്റിൽ തുടങ്ങിയിട്ട് അങ്ങനെ ചെയ്ത് കൂടെ? എത്തിക്കുന്നുണ്ട്. എന്താ ഡെലിവറി ചെയ്യുന്നുണ്ട്? വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്, അതിലൂടെ നമുക്ക് വേണ്ട മോഡൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളോ? ഒന്നുമില്ല. വണ്ടിയുമ്പോൾ കൊണ്ടുവരും, അതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും ഇതാക്കുന്നില്ല. കസ്റ്റമർ പറയുന്ന സാധനങ്ങൾ ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്കുന്നുണ്ട്. അതെ, കസ്റ്റമർക്ക് അതാണ് എളുപ്പമായി തോന്നുന്നത്. അപ്പോൾ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതാണോ അത് നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതാണോ ഒന്നും കൂടി നന്നായി? ഒരുപാട് സെലക്ഷൻ കാണാതിരിക്കും, നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ അധികം കാണാൻ പറ്റില്ല. ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഡ്രസ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഓഫ്ലൈനായിട്ട് കുറേ കടകൾ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്? അപ്പോൾ നമുക്കതിൽ അഫോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ പല ഐറ്റംസിൻ്റെയും പല പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനായിട്ട് ആകുമ്പോൾ ഒന്നുകൂടി നമുക്ക് കൂടുതൽ അതല്ലേ നമുക്ക് ഓഫ്ലൈനൊക്കെ കൂടുതൽ ഓൺലൈനിലാണ് വെറൈറ്റി സാധനങ്ങൾ കിട്ടുന്നത്. നമുക്കാകുമ്പോൾ വെറൈറ്റി അതിൻ്റെ പല പല വെറൈറ്റി സാധനങ്ങൾ കിട്ടുമല്ലോ. പിന്നെ അഫോർഡ് ചെയ്യാനും സുഖമല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് നോക്കുമ്പോൾ ഓൺലൈനല്ല ഒന്നുകൂടി നല്ലത്. അപ്പോൾ കൃത്യസമയത്ത് ഡെലിവറി ചെയ്യാറുണ്ടോ? ടൈമിന് അത്ര ലാഗ് വരാം. ചില സമയത്ത് നമുക്ക് കറക്റ്റ് ടൈമിൽ കിട്ടാറില്ല, ചില സമയത്ത് കിട്ടും. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡെലിവറി ചാർജ് എക്സ്ട്രാ ഡെലിവറി ചാർജ് വല്ലതും വാങ്ങിക്കാറുണ്ടോ? ഡെലിവറി ചാർജ് ആയിട്ട് കൂടുതൽ ഫ്രീ ഷിപ്പിങ്ങും കാര്യങ്ങളായിട്ടുള്ളതിൽ നോക്കാറ്. നമ്മൾ അങ്ങനത്തെ സൈറ്റിലാണ് കൂടുതൽ ഓൺലൈനായിട്ട് പ്രൊഡക്റ്റ് വാങ്ങാറ്. അപ്പോൾ പിന്നെ നമുക്ക് അഫോർഡ് ചെയ്യുന്ന രീതിക്കുള്ളത് നോക്കി വാങ്ങിയാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും ആകുമ്പോൾ ഓൺലൈനാണോ ഒന്നുകൂടി പ്രിഫർ ചെയ്യുന്നത്? ഓൺലൈനും ഓഫ്ലൈനാണോ ചോദ്യം ഓരോരുത്തർ ചിലപ്പോൾ എനിക്ക് ഓൺലൈൻ ഒന്നുകൂടി ഇഷ്ടമാണ്. അതാകുമ്പോൾ നമുക്ക് വെറൈറ്റി കളക്ഷൻസ് കാര്യങ്ങൾ ഷോപ്പിലാകുമ്പോൾ നമുക്ക് ചിലപ്പം അതിന് വെറൈറ്റി ഐറ്റംസ് കിട്ടുന്നത് കോസ്മെറ്റിക് ആണെങ്കിലും പലതിൻ്റെ ബ്രാൻഡ് കിട്ടണമെന്നില്ല. ഓൺലൈനാകുമ്പോൾ എല്ലാത്തിനും കിട്ടാറ് അതിൻ്റെ സൈറ്റിലൊക്കെ കയറി നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓൺലൈനാണ് ഒന്നുകൂടി ലൈക്ക് ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ കുറേ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ വന്നിട്ടുണ്ട്, അപ്പോൾ അത് കച്ചവടത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? കച്ചവടത്തെ നല്ലോണം ബാധിക്കുന്നുണ്ടല്ലോ, എല്ലാം ഇപ്പോൾ ഓൺലൈനിലല്ലേ. പക്ഷേ എന്തെങ്കിലും വിഷയം വന്നാൽ ആരാ സഹായിക്കാണ്ടാകുക? ഓൺലൈൻ മാധ്യമങ്ങളുണ്ടായിരുന്നല്ലോ, ഇല്ലല്ലോ. ഇപ്പം വയനാട് ദുരന്തം ആരാ സഹായിച്ച? ഏറ്റവും കൂടുതൽ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. വേറൊരു ഓൺലൈനോ ഫ്ലിപ്കാർട്ടോ ആമസോണോ ആരെങ്കിലും ഇതിനെ സഹായിക്കാനോ എൻ്റെ മുന്നിൽ വന്നിരുന്നോ? ഇല്ലല്ലോ. ഇല്ല, നമ്മൾ തന്നെ മുന്നിലുണ്ടാവും. പക്ഷേ ജനങ്ങളിപ്പോഴും ഓൺലൈനെ തേടിയാണ് പോകുന്നത്. അത് ഒഴിവാക്കിയാലേ കച്ചവടം ഉഷാറാവുള്ളൂ. വീണ്ടുള്ള വിഷയങ്ങളിൽ ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയുള്ളൂ. എന്ത് പരിപാടി, ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഉത്സവം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവരാണ് നമ്മളാണ്, വ്യാപാരികളാണ്. അപ്പോൾ അതൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ നിലനിർത്തണം. ജനങ്ങൾ ഓൺലൈൻ കുറേ ഒഴിവാക്കണം, ഓൺലൈൻ സൈറ്റുകളെ നിരുത്സാഹപ്പെടുത്തണം. അങ്ങനെ മുന്നോട്ട് പോകുന്നതോടുകൂടി മൊത്തത്തിൽ ജനങ്ങളും നാടും വികസിക്കും. അല്ലെങ്കിൽ നാട് നശിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതിലൂടെ നമ്മൾ പ്രൊമോഷൻ ചെയ്യാനേ നടക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഓൺലൈൻ പരിപാടി തുടങ്ങണമെങ്കിൽ അതിനുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം. അതായത് കുറേ എക്സ്പെൻസുകളുണ്ട് കറക്റ്റ് നല്ല രീതിയിൽ പോകണമെങ്കിൽ. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ വരുത്തണമെങ്കിൽ ഇവിടുത്തെ വ്യാപാരികൾ ഒരുമിച്ച് നിന്നാൽ മൊത്തത്തിൽ ഒരു ഷോപ്പ് ഈ വളാഞ്ചേരിനെ ഒരു ഓൺലൈൻ സൈറ്റാക്കി മാറ്റാം. അത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയോ അവരൊക്കെ ഉണ്ട്, അവരെല്ലാം കൂടി ഒന്നിച്ച് നിന്നാൽ നടക്കും. അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ നാട് വികസിക്കും. ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടോ?
അപ്പോൾ ഏതൊക്കെ ഇതിൽ സാധനങ്ങളാണ് ഓൺലൈനായിട്ട് വാങ്ങിക്കാറുള്ളത്? ഡ്രസ്സ് ഐറ്റംസ് അങ്ങനത്തെ മേടിക്കൽ. ഓഫ്ലൈനായിട്ടും ഡ്രസ്സൊന്നും വാങ്ങിക്കാറില്ല? ഉണ്ട്. ഓൺലൈനാണോ ഓഫ്ലൈനാണോ ഒന്നുകൂടി നല്ലതെന്ന് തോന്നിയിട്ടുള്ളത്? ഓൺലൈനാണെങ്കിൽ നമുക്ക് സൈസ് ഒന്നും അറിയില്ലല്ലോ. നമ്മളൊരു ഓർഡർ ചെയ്താൽ ചിലപ്പോൾ റിട്ടേൺ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മേടിക്കും. ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാമല്ലോ, പ്രത്യേകിച്ച് അതിൽ വലിയ ഇതൊന്നും ഇല്ല. ഓഫ്ലൈൻ ആകുമ്പോൾ കറക്റ്റ് സാധനങ്ങൾ നമുക്ക് ഇട്ട് നോക്കി സാധനങ്ങൾ വാങ്ങിച്ചു പോരാവുന്നതാണ്. അതെ അതെ. അപ്പോൾ ഓഫ്ലൈനാണോ ഒന്നുകൂടി നല്ലതെന്നാണ് പറയുന്നത്? അങ്ങനെ രണ്ടും ഒരേപോലെ തന്നെ, അതിൽ വലിയ വ്യത്യാസമൊന്നും അറിയൂല. അല്ല, ഇൻസ്റ്റയിൽ ഷോപ്പ് ചെയ്യാറുണ്ട്, മീഷോ, ഫ്ലിപ്കാർട്ട്. ഏതൊക്കെ വിധത്തിലെ പ്രൊഡക്റ്റ്സാണ് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാറുള്ളത്? അയ്യോ, അപ്പോൾ ഈ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുന്ന സാധനം നമ്മൾ കടയിലും കിട്ടുന്നതല്ലേ? അതെ, ഏറെക്കുറെ എല്ലാം കടയിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഓൺലൈനും ഓഫ്ലൈനായിട്ട് എന്ത് വ്യത്യാസമില്ല? അപ്പോൾ നമുക്ക് കടയിൽ വന്ന സാധനങ്ങൾ വാങ്ങിച്ചുകൂടെ ഓൺലൈനെക്കാട്ടിലും? കുറച്ചുകൂടി ഈസി ആണല്ലോ, സമയലാഭം എത്തുമല്ലോ. സമയം ലാഭമാണ്, നമുക്ക് അതിനുവേണ്ടി പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ കുറേ ആൾക്കാർ ഓൺലൈൻ സാധനം മേടിച്ച് പറ്റിക്കപ്പെടുന്നവരുണ്ട്. അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പ്രൊഡക്റ്റിലെ ക്വാളിറ്റിയിൽ ചെറിയ മാറ്റം ഉണ്ടാവും എന്നല്ലാണ്ട് പറ്റിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിന് ക്വാളിറ്റിയിൽ മാറ്റം വരുമ്പോൾ റിട്ടേൺ ചെയ്യാറുണ്ടോ? ഇല്ലില്ല, അതിന് മാത്രം ഒരു ഇത് വന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഗോൾഡ് ഓൺലൈൻ ഷോപ്പായിട്ട് നടക്കുന്നുണ്ടോ? ഗോൾഡ് നിലവിൽ ഓൺലൈൻ ഷോപ്പായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈനും ഓൺലൈനും തമ്മിലുള്ള മാറ്റം എന്തായി വരുന്നത്? ഓഫ്ലൈൻ സാധാരണക്കാർക്ക് ഓൺലൈനായിട്ട് സൗകര്യം കൂടുതലാണ് പർച്ചേസ് ചെയ്യാൻ, അതാണ് ഓൺലൈനായിട്ട് ഉപയോഗിക്കുന്നത്. ഓഫ്ലൈനായിട്ട് ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവരും നിലവിൽ ഭയങ്കര തിരക്കുള്ള ടൈമാണ്, ഓരോരുത്തർക്കും ഒന്നിനും സമയമില്ല. ഓൺലൈൻ ഷോപ്പിംഗ് ഇപ്പോൾ കൂടുതലായിട്ട് പ്രാബല്യത്തിൽ നടക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ജ്വല്ലറിനായിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് എത്രത്തോളം കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നിലവിൽ എല്ലാ ഭാഗങ്ങളിലും ഓൺലൈൻ ഷോപ്പിംഗ് കൂടുതലായിട്ട് പ്രാബല്യത്തിൽ വന്നില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ കുറേ റീലുകൾ മുഖാന്തരമാണ് ഓൺലൈൻ ഷോപ്പിംഗ് കൂടുതൽ നടക്കുന്നത്. കാരണം ഇപ്പോൾ പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ പ്രകാരം ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ പ്രൊഡക്റ്റ് കസ്റ്റമർ അതിനാവശ്യപ്പെട്ടിട്ടാണ് കൂടുതലും ഷോപ്പിൽ എൻക്വയറികൾ വരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കസ്റ്റമറിന് കൂടുതൽ അറിയാനും വീട്ടിലിരുന്നിട്ട് തന്നെ സൗകര്യങ്ങൾ കൂടുതലാണ്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൗകര്യം ചെയ്യാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നത്? നമ്മളുള്ള പ്രൊഡക്റ്റ് ഓഫ്ലൈനായിട്ടും കിട്ടാറില്ലേ? അതുകൊണ്ട് കൂടുതൽ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടെ ലാഭകരമായി നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് കൂടുതലായിട്ടും ലാഭമാണ് നോക്കുക എല്ലാവരും. പ്രോഡക്റ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമുക്ക് മാറ്റിത്തരുകയും ചെയ്യും. ഇവരെ മോശമായിട്ട് അഭിപ്രായം ഉണ്ടായിട്ടില്ല, മാറ്റി തരാതിരുന്നിട്ടില്ല. പിന്നെ ടാക്സ് വെട്ടിക്കുന്നുണ്ടാവും, അത് നമുക്കറിയത്തില്ല. നമുക്ക് ലാഭകരമാണ്, അതാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ ഫീസും കാര്യങ്ങളും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല, അത് അങ്ങനെയൊന്നും നമ്മളോട് അതിനകത്ത് പെടുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഒരു MRP നമ്മളോട് പറയാം, അല്ലാതെ പിന്നെ എക്സ്ട്രാ ചാർജ് നമ്മളടുത്ത് വാങ്ങും. പിന്നെ ചിലപ്പോൾ നമുക്ക് കൊണ്ട് ഡെലിവറി ചാർജ് ചിലപ്പോൾ ഒരു ചെറിയ പൈസ 8 രൂപ 10 രൂപ അങ്ങനെ അധികം വാങ്ങാറുണ്ട്, അധികം ഓവറായിട്ട് വാങ്ങാറുണ്ട്. അപ്പോൾ ഓഫ്ലൈനേക്കാൾ കൂടുതൽ ഒന്നും കൂടി ഓൺലൈനാണ് നല്ലത് കാണോ? ഏതാണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. വീട്ടിൽ നിന്ന് ഫ്രീ ഒക്കെ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല, എല്ലാ സാധനവും വീട്ടിൽ തന്നെ എത്തിക്കിട്ടും. അങ്ങനെ പല ലാഭകരം, വിലയും വ്യത്യാസമുണ്ട്. പുറത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ലാഭകരമായിട്ട് നമുക്ക് സാധനം കിട്ടാറുണ്ട്. അപ്പോൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തന്നെയാണോ അങ്ങനെ റേറ്റ് കുറഞ്ഞ് കിട്ടുമ്പോൾ? നിലവിൽ അങ്ങനെ തന്നെയാണ്. പ്രൊഡക്റ്റ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പരമാവധി നോക്കുമല്ലോ ഏതാ നല്ല കമ്പനി, മറ്റുള്ളവർ ചോദിക്കുകയും ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല പ്രോഡക്റ്റ് ആണോ. അപ്പോൾ ഓഫ്ലൈനായിട്ടാണോ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്? ഓഫ്ലൈനാണ്. അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഓൺലൈനായിട്ടും കിട്ടാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓഫ്ലൈനായിട്ടും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ സാധനങ്ങൾ വാങ്ങലില്ല. അപ്പോൾ ഓഫ്ലൈനാണ് വിശ്വാസം തോന്നുന്നത്? അങ്ങനെയൊന്നുമില്ല, ഈ ഓൺലൈനിൽ കിട്ടിയതും ഓക്കെയാണ്, അതൊന്നും വലിയ ഇതൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന സാധനങ്ങൾ ഓൺലൈനിലും കിട്ടുന്നുണ്ട്. അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഓൺലൈനിൽ ഇവിടുത്തെ കച്ചവടത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത്? ഓൺലൈനിൽ പറഞ്ഞാൽ കച്ചവടത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനിൽ അധികം കോസ്മെറ്റിക്സ് അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഗാർമെൻറ്റ്സ് സാധനങ്ങളുണ്ട്. കാരണം ഓൺലൈനിൽ പറഞ്ഞാൽ അവർ പല രൂപത്തിലും മോഡൽ കണ്ടിട്ടാണ് ഇതിൽ വരിക. ഓൺലൈനിൽ പല രൂപത്തിലും കാണും, പല മോഡലും കാണും. അത് ചോദിച്ചിട്ടേ വരിക, കടയിൽ ഷോപ്പിൽ വരിക പല മോഡൽ പറഞ്ഞാൽ ഇത് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത വർക്കുകളിലേക്കാരും വരിക. ചിലപ്പോൾ അവർ വിചാരിച്ച് ഷോപ്പിൽ സെയിം സാധനം കിട്ടും വിചാരിച്ചേണ്ടി വരും, ഒരു മോഡലായിട്ടേ വരിക. ബട്ട് അവർക്കത് നമ്മളുടെ മോഡൽ പലത് നമ്മളിപ്പോഴത്തെ അപ്ഡേഷനിലെ സാധനങ്ങൾ നമ്മൾ കൊടുന്ന് വെക്കുക, പക്ഷെ അതും അവർക്ക് പറ്റിക്കോണമെന്നില്ല. അവർ ഈ ഓൺലൈനിലുള്ള മോഡൽ സെയിം മോഡൽ കാണിച്ചു തരും, അത് കിട്ടൂല. പറഞ്ഞാൽ അവർ ആ ഫോട്ടോസ് കാണും, ആ കണ്ടിനനുസരിച്ച് അവർ ഷോപ്പൊക്കെ വരിക. കാരണം അവർ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മോഡൽ ആ മോഡലും കൂടെ തീരെ ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് അധികം കസ്റ്റമേഴ്സും നമുക്ക് പൊട്ടി പോകണം, അത് കാരണമാണ്.
അതാണ് ഓൺലൈനിൻ്റെ ഒന്നാമതുള്ളത്. കാരണം ഫോട്ടോസ് കാണാമായിരിക്കും അവരുടെ ഷോപ്പിൽ വരുമ്പോൾ അവർ വേറെ കൺസെപ്റ്റിലാണ് വരിക. അവരെ മനസ്സിൽ തന്നെ ഒരു മോഡലിൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഷോപ്പിൽ വരും. അത് നമ്മളെ ഷോപ്പിൽ എത്തുമ്പോൾ അതൊന്നും ആവില്ല. അതാണ് കണ്ടമാനം കസ്റ്റമേഴ്സ് നമ്മളിരുന്ന് അങ്ങനെ പോകുന്നത്. ഇപ്പോൾ അപ്ഡേഷനിൽ വരുന്ന സാധനങ്ങൾ ഏറ്റവും നല്ല സാധനം നമ്മൾ പുറത്ത് നമ്മൾ നോക്കി അത്രയും നോക്കിയിട്ടാണ് നമ്മൾ സാധനം ഷോപ്പിൽ കൊണ്ടുവരുന്നത്. പിന്നെ അവർ ഓൺലൈനിൽ പറഞ്ഞാൽ ഒരു റീൽ കഴിക്കാരം മതി. ചിലപ്പോൾ അത് പഴയ മോഡൽ കഴിക്കാരം, പക്ഷേ റീലുണ്ട് ചില ദിവസങ്ങൾ ഇടുമ്പോൾ ചിലപ്പോൾ പൊന്തി വരുന്നതിനനുസരിച്ച് അത് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ അത് അതേ മോഡൽ കാണിച്ചത് ചിലപ്പോൾ അത് മോഡൽ കിട്ടിക്കൊള്ളൊന്നുമില്ല. അതാണ് ഒന്നാമത്തെ ഓൺലൈൻ്റെ മെയിൻ പ്രശ്നം ഞങ്ങൾക്ക് വരുന്നത്. വേറെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും. പിന്നെ ഇപ്പോൾ എല്ലാവരും ഡിജിറ്റൽ കാലത്തേക്ക് മാറിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ് രീതിയിൽ തുടങ്ങിക്കൂടെ? നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റയിൽ നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ. കാരണം ഓൺലൈനിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന് അപ്ഡേഷൻ നമ്മൾ ചെയ്യണം, എല്ലാ കാരണം രൂപത്തിൽ അങ്ങനെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. പക്ഷേ അതേ തന്നെയാണ് മോഡൽ. അവർ കാണിച്ചു തരുന്ന മോഡൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം അവർ പല മോഡലും കാണിക്കും. കാരണം ഇപ്പോൾ ഒരു മോഡൽ കാണിക്കാൻ വന്നത് ഡിസൈനിങ് പീസ് അധികം കസ്റ്റമേഴ്സ് കാണുന്ന ഡിസൈനിങ് പീസാണ്. പക്ഷെ അത് നമുക്ക് അങ്ങനെ കിട്ടിക്കോളുന്നില്ല. അതിനകത്ത് അത്രയും എമൗണ്ട് അതിന് വരും. കാരണം മെറ്റീരിയലായി അതിനുള്ള സ്റ്റോൺ വർക്ക് ചെയ്തൊക്കെ വരുന്ന സാധനങ്ങളാണ്. അങ്ങനെ കിട്ടിക്കോളുന്നില്ല. അതാണ് ഒന്നാമത്. പിന്നെ അതുപോലെ തന്നെ കിട്ടും അങ്ങനത്തെ പരാഗ് അങ്ങനെയൊക്കെ പോയിട്ട് അവർ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ പറഞ്ഞാൽ അധികം ഡ്രസ് കോഡാണ്. ഒരേ രൂപത്തിൽ ഒരേ കളറിൽ അങ്ങനെ കിട്ടിക്കോളുന്നില്ല. നമുക്ക് ഒരു സാധനം എടുക്കുമ്പോൾ 6 പീസാണ് വരിക. അത് 6 കളറാണ് വരിക. അപ്പോൾ അതൊക്കെ അങ്ങനെ കിട്ടിക്കോളുന്നില്ല. അതാണ് ഒന്നാമത് ഇത് വരുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് നമുക്ക് സമയലാഭവും സൗകര്യവും നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ കടകളുടെ പ്രാധാന്യം കുറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു സാധനം നേരിട്ട് കണ്ടു വാങ്ങുന്നതിലെ സംതൃപ്തിയും എങ്കിലും മാറുന്ന ലോകത്തിനൊപ്പം നമ്മുടെ പ്രാദേശിക കച്ചവടക്കാരും ഡിജിറ്റൽ ലോകത്തേക്ക് മാറുന്നത് അനിവാര്യം തന്നെയാണ്.